വിജയമെന്ന് പറയുന്നത് ഭാഗ്യം കൊണ്ടാണോ കിട്ടുന്നത്? അല്ല, അതൊരു ഡിസൈനാണ്, കൃത്യമായി രൂപകൽപ്പന ചെയ്തെടുക്കുന്ന ഒന്ന്. അപ്പൊ നമ്മളിന്ന് മനസ്സിലാക്കാൻ പോകുന്നത് അങ്ങനെ ഒരു മാനസികാവസ്ഥയെക്കുറിച്ചാണ്. എന്താണ് ആ വിജയമനസ്സിന്റെ ഘടന? വരൂ, അതിന്റെ ഓരോ ഭാഗങ്ങളായി നമുക്ക് പരിശോധിക്കാം. ഈ വാക്കുകളുടെ ഒരു ശക്തി നോക്കൂ. ഇതൊരു വെറും പ്രതീക്ഷയല്ല, ഇതൊരു പ്രഖ്യാപനമാണ്. ലോകം എന്തു തന്നെ തന്നോട്ടെ, അവസാനം എന്തു വേണമെന്ന് ഞാൻ തീരുമാനിക്കും എന്നൊരു ഉറച്ച നിലപാട്. യഥാർത്ഥത്തിലുള്ള എല്ലാ മാറ്റവും തുടങ്ങുന്നത് ഈ ഒരു പ്രഖ്യാപനത്തിൽ നിന്നാണ്. അപ്പൊ സ്വാഭാവികമായും ഒരു ചോദ്യം വരും അല്ലേ? ഇത്രയധികം ഉറപ്പ്, സംശയത്തിന്റെ ഒരു കണിക പോലുമില്ലാത്ത ഈ ഒരു കോൺഫിഡൻസ്, ഇതെങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക? ആ യാത്രയിലെ ഓരോ സ്റ്റെപ്പും എന്താണെന്ന് നമുക്കിനി നോക്കാം. നമ്മുടെ യാത്രയിലെ ആദ്യത്തെ സ്റ്റെപ്പ്, ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പ്, തകർക്കാനാവാത്തൊരു തീരുമാനം. ഇവിടെ നിന്നാണ് വിജയം തുടങ്ങുന്നത്. കാരണം ബാക്കിയുള്ളതെല്ലാം കെട്ടിപ്പടുക്കുന്നത് ഈ ഒരൊറ്റ ശക്തമായ തീരുമാനത്തിന് മുകളിലാണ്. എന്താണ് ശരിക്കും ഒരു തീരുമാനമെന്ന് പറഞ്ഞാൽ? ഇവിടെ അതിന്റെ അർത്ഥം വളരെ വ്യക്തമാണ്. മറ്റെല്ലാ ഓപ്ഷൻസും കട്ട് ചെയ്ത് കളയുന്ന ഒരു പ്രവൃത്തി. അവിടെ പിന്നെ പ്ലാൻ ബി ഇല്ല, രക്ഷപ്പെടാനൊരു വാതിലില്ല, വേറൊരു ശബ്ദവുമില്ല. ഒന്നാലോചിച്ചു നോക്കൂ, പിന്നോട്ടു പോകാനുള്ള എല്ലാ പാലവും കത്തിച്ചിട്ട് മുന്നോട്ട് മാത്രം നോക്കുന്നൊരവസ്ഥ. സംശയത്തിന് നിൽക്കാൻ ഒരിത്തിരി സ്ഥലം പോലും കൊടുക്കാത്തൊരു സ്റ്റേജ്. ഇവിടെ നോക്കൂ, ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. രണ്ടു തരം മനസ്സുകൾ ഒരു തീരുമാനത്തെ എങ്ങനെയാണ് കാണുന്നതെന്നതിലുള്ള വ്യത്യാസം. ദുർബലമായ മനസ്സുകൾ എപ്പോഴും ഒരു ബാക്കപ്പ് പ്ലാൻ വയ്ക്കും, അല്ലേ? ഇത് നടന്നില്ലെങ്കിൽ അത് എന്നൊരു ചിന്ത. പക്ഷെ ശക്തമായ മനസ്സോ? അവരാ വാതിലടച്ച് മുന്നോട്ടു പോകും. എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കും. സംശയങ്ങൾക്ക് നമ്മുടെ ഊർജം കളയാൻ കൊടുക്കുകയേയില്ല. ഒന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മളിതിൽ ഏത് കാറ്റഗറിയിലാണ്? ഇത് കേൾക്കുമ്പോൾ തന്നെ ഒരു പവർ ഫീൽ ചെയ്യുന്നില്ലേ? ഞാൻ തീരുമാനിക്കുന്ന നിമിഷം സംശയങ്ങൾ മരിക്കുന്നു. ഒരു തീരുമാനം എടുത്തുകഴിഞ്ഞാൽ പിന്നെ ഭയവുമായിട്ട് ഒരു വിലപേശലുമില്ല. അതിന്റെ അർത്ഥമെന്താ? നമ്മൾ ഒരു തീരുമാനം എടുക്കുന്നതിലൂടെ സംശയത്തെയും ഭയത്തെയും യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് തന്നെ തോൽപ്പിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു ഉറച്ച തീരുമാനമെടുത്തു. ഇനി എന്തു വേണം? ആ തീരുമാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു ഇന്ധനം വേണ്ടേ? അതാണ് അടുത്ത ഘട്ടം. നമ്മുടെ അടങ്ങാത്ത ആഗ്രഹത്തിന് ഇന്ധനം കൊടുക്കുക. ഇതാണ് നേട്ടങ്ങളുണ്ടാക്കുന്ന യഥാർത്ഥ എൻജിൻ. എന്താണ് ഈ അടങ്ങാത്ത ആഗ്രഹം? ഇതൊരു സിമ്പിൾ ആഗ്രഹമല്ല. ഉറങ്ങാനോ റെസ്റ്റ് എടുക്കാനോ എക്സ്ക്യൂസ് പറയാനോ സമ്മതിക്കാത്ത അത്ര തീവ്രമായ ഒന്ന്. നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു നിശബ്ദമായ പക്ഷെ നിർത്താതെയുള്ള ഒരു പ്രഷർ, നമ്മുടെ ഓരോ കോശത്തിലും നിറഞ്ഞു നിന്ന് നമ്മളെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിക്കുന്ന ഒരു പവർ. ഒഴുകഴിവുകൾക്കൊന്നും അവിടെ സ്ഥാനമില്ല. അപ്പോ ഈ ആഗ്രഹം എങ്ങനെയാണ് വളർത്തിയെടുക്കുക? അതിന് 4 സ്റ്റെപ്പുകളുണ്ട്. ഒന്നാമത്തേത്, ദിവസവും അതിന് തീറ്റ കൊടുക്കുക. എന്നുവെച്ചാൽ നമ്മുടെ ലക്ഷ്യം എന്താണോ അതെന്നും മനസ്സിൽ കാണുക, അതിനെപ്പറ്റി ചിന്തിക്കുക. 2, നെഗറ്റീവ് ചിന്തകളിൽ നിന്ന് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. ഒരു കാവൽക്കാരനെപ്പോലെ നമ്മുടെ ചിന്തകൾക്ക് കാവൽ നിൽക്കണം. 3, ഭയത്തെ പട്ടിണിക്കിടുക. അതെങ്ങനെയാ? പ്രവർത്തിക്കുക. നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ഭയം താനെ ഇല്ലാതാകും. 4, വിശ്വാസത്തിന് ഓവർഡോസ് കൊടുക്കുക. വീണ്ടും വീണ്ടും വിശ്വസിക്കുമ്പോൾ അത് ദൃഢവിശ്വാസമായി മാറും. ഈ ടേബിൾ നോക്കൂ, ഇത് ശരിക്കും കണ്ണു തുറപ്പിക്കുന്ന ഒന്നാണ്. കഴിവ്, ഭാഗ്യം, പശ്ചാത്തലം, പിന്നെ അടങ്ങാത്ത ആഗ്രഹം. ടാലന്റ് ഉണ്ടെങ്കിൽ ആളുകൾ നിങ്ങളെ ശ്രദ്ധിക്കും. ഭാഗ്യമുണ്ടെങ്കിൽ ചിലപ്പോഴൊരു അവസരം കിട്ടിയേക്കാം. പക്ഷേ അടങ്ങാത്ത ആഗ്രഹമോ? അതാണ് നിങ്ങളെ മുന്നോട്ടു കൊണ്ടുപോകുന്നത്. കിട്ടുന്ന അവസരത്തിന്റെ വാതിൽ തകർത്തകത്ത് കടക്കാൻ സഹായിക്കുന്നത്. അവസാനം കളി ജയിക്കുന്നത് ആരെന്ന് തീരുമാനിക്കുന്നത് ഈ ആഗ്രഹമാണ്. അപ്പം നമുക്ക് തീരുമാനമായി, അതിനെ കത്തിച്ചു നിർത്താൻ ആഗ്രഹവുമായി. ഇനി എന്തുവേണം? ആ ആഗ്രഹത്തെ വെറുതെ മനസ്സിൽ വെച്ചിരുന്നാൽ മതിയോ? പോരാ, അതിനെ യാഥാർത്ഥ്യമാക്കണം. ആഗ്രഹത്തെ വിധിയാക്കി മാറ്റണം. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇതൊരു സിമ്പിൾ കാര്യമാണ്, പക്ഷെ വളരെ പവർഫുള്ളാണ്. നമ്മുടെ ഉള്ളിലെ ആഗ്രഹം പുറത്തേക്ക് വരുന്നത്, അതിന് രൂപം കിട്ടുന്നത് നിരന്തരമായ പ്രവർത്തനത്തിലൂടെ മാത്രമാണ്. മനസ്സിലുള്ള ആഗ്രഹം ഒരു തീപ്പൊരിയാണെങ്കിൽ അതിനൊരു കാട്ടുതീയാക്കുന്നത് നമ്മുടെ പ്രവൃത്തികളാണ്. ചിന്തയും യാഥാർത്ഥ്യവും തമ്മിലുള്ള പാലമെന്നു പറയുന്നത് ഈ പ്രവർത്തനം തന്നെയാണ്. അപ്പോ ഈ പ്രവർത്തനത്തിന് 3 തൂണുകളുണ്ട്. ഒന്നാമത്തേത് ഒരുതരം ക്രൂരമായ ഏകാഗ്രത. അതായത് നമ്മുടെ ലക്ഷ്യത്തിന് ആവശ്യമില്ലാത്ത എന്തിനേയും ലൈഫിൽ നിന്ന് ഒഴിവാക്കുക. രണ്ടാമത്തേത് നിശബ്ദമായ അച്ചടക്കം. മോട്ടിവേഷൻ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും നോക്കരുത്, ചെയ്യാനുള്ളത് ചെയ്യുക, അത്രയുള്ളൂ. മൂന്നാമത്തേത് അക്ഷീണമായ സ്ഥിരോത്സാഹം. മറ്റെല്ലാവരും നിർത്തിപ്പോകുന്ന പോയിന്റിൽ നിന്ന് മുന്നോട്ടു പോവുക. ശരിക്കും പവർഫുൾ ആയൊരു ലൈൻ.
ഞാൻ ക്ഷീണിക്കുമ്പോൾ നിർത്തില്ല, ഞാൻ ജോലി തീരുമ്പോൾ നിർത്തും. ഈ ഒരൊറ്റ വാചകത്തിലുണ്ട് ആ അച്ചടക്കത്തിന്റെ മുഴുവൻ സത്വം. നമ്മുടെ ഫീലിംഗ്സ് അല്ല, നമ്മുടെ ലക്ഷ്യമാണ് എപ്പോ നിർത്തണമെന്ന് തീരുമാനിക്കേണ്ടത്. ക്ഷീണം എന്നതൊരളവുകോലെയല്ല, ജോലി തീർന്നോ എന്നതാണ് ചോദ്യം. ഇത് നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമാണ്. വഴിയിൽ വരുന്ന ചെറിയ പരാജയങ്ങൾ അതൊന്നും യഥാർത്ഥ തോൽവിയല്ല, അതൊക്കെ നമുക്കുള്ള ഇൻസ്ട്രക്ഷൻസാണ്. ഹേയ്, ഈ വഴി ശരിയല്ല, കുറച്ചും കൂടി നന്നായി ചെയ്യ് എന്ന് പറഞ്ഞു തരുന്ന നിർദ്ദേശങ്ങൾ. നമ്മളെ തളർത്താനല്ല, നമ്മളെ കറക്റ്റ് ചെയ്യാനാണ് ഈ പരാജയങ്ങൾ വരുന്നത്. ഇതുവരെ നമ്മൾ സംസാരിച്ചത് പുറമേയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ്. പക്ഷെ യഥാർത്ഥ യുദ്ധം നടക്കുന്നതെവിടെയാ? നമ്മുടെ ഉള്ളിലാണ്. മനസ്സാണ് യഥാർത്ഥ യുദ്ധക്കളം. പുറത്ത് ജയിക്കണമെങ്കിൽ ആദ്യം നമ്മൾ ആ ആന്തരിക യുദ്ധം ജയിക്കണം. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ രണ്ട് ശബ്ദങ്ങൾ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കും: വിശ്വാസത്തിന്റെ ശബ്ദവും ഭയത്തിന്റെ ശബ്ദവും. ഭയം എപ്പോഴും സംശയങ്ങളായിട്ടായിരിക്കും സംസാരിക്കുക. അത് തെറ്റിപ്പോയാലോ, എന്തെങ്കിലും കുഴപ്പമായാലോ എന്നൊക്കെ ചോദിച്ച് നമ്മളെ പിന്നോട്ട് വലിക്കും. എന്നാൽ വിശ്വാസത്തിന്റെ ശബ്ദമോ, അത് ചോദിക്കുന്നത് ഞാൻ കുറച്ചുകൂടി ശക്തനായാലോ, ഇതെങ്ങനെ നേടാം എന്നൊക്കെയാണ്. ഭയം ഭൂതകാലത്തെ സംരക്ഷിക്കാൻ നോക്കുമ്പോൾ വിശ്വാസം ഭാവിയെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ആർക്കാണ് ചെവി കൊടുക്കുന്നത് എന്നതാണ് പ്രധാനം. അപ്പോ എന്താണ് ഈ മാനസിക വിജയം? ശരിക്കുള്ള പോരാട്ടം തുടങ്ങുന്നതിന് മുൻപ് നമ്മുടെ മനസ്സിൽ ആ വിജയം ഉറപ്പിക്കുന്ന പ്രവൃത്തിയാണത്. നല്ല തയ്യാറെടുപ്പിലൂടെ, വിഷ്വലൈസേഷനിലൂടെ, ഒരു സംശയമില്ലാത്ത ഉറപ്പിലൂടെ. ഒരു ശില്പി കല്ലിൽ കൊത്തിത്തുടങ്ങുന്നതിനു മുമ്പ് ആ ശില്പം പൂർണ്ണമായും മനസ്സിൽ കാണുന്നില്ലേ? അതുപോലെയാണ്. മനസ്സിൽ നമ്മൾ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ പുറത്തുള്ള ഒന്നിനും നമ്മളെ തോൽപ്പിക്കാൻ അത്ര എളുപ്പമായിരിക്കില്ല. അപ്പോ എങ്ങനെയാണ് ഈ ചിന്തകളെ നിയന്ത്രിക്കുന്നത്? 4 വഴികളുണ്ട്. 1. ഒരു കോട്ടയെ സംരക്ഷിക്കുന്ന പോലെ നമ്മുടെ മനസ്സിനെ കാക്കുക. 2. നമുക്ക് ഒരു ഗുണവുമില്ലാത്ത ചിന്തകളെ നിർദാക്ഷിണ്യം പുറത്താക്കുക. 3. പരാജയത്തെക്കുറിച്ചല്ല, വിജയത്തെക്കുറിച്ച് മാത്രം മനസ്സിലിട്ട് പരിശീലിക്കുക. 4. സംശയം വരുമ്പോൾ വെറുതെ ഇരിക്കരുത്, പകരം സ്ട്രാറ്റജിയുണ്ടാക്കുക, പ്രവർത്തിക്കുക. മനസ്സൊരു ഗാർഡൻ പോലെയാണല്ലേ? വേണ്ടാത്ത കളകൾ പറിച്ചെറിഞ്ഞ് നല്ല ചെടികൾ നടണം. അപ്പോ നമ്മൾ ഇതിന്റെ അവസാന ഭാഗത്തേക്ക് വരികയാണ്. ഇതുവരെയുള്ളതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാകും. വിജയമെന്ന് പറയുന്നത് യാദൃച്ഛികമായി സംഭവിക്കുന്ന ഒന്നല്ല. അതൊരു ഡിസൈനാണ്, അനിവാര്യമായ ഒരു ഫലമാണ്. വിജയമെന്ന് പറയുന്നത് ഭാഗ്യമല്ല, വെറും കഴിവുമല്ല. അതൊരു ചോയ്സാണ്. നമ്മൾ എടുക്കുന്ന ഒരു തീരുമാനം. അതൊരു ശീലമാണ്. എന്നും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. ഏറ്റവും പ്രധാനമായി, തോറ്റ് പിന്മാറാൻ തയ്യാറല്ല എന്നൊരു നിരന്തരമായ വിസമ്മതമാണ് വിജയം. ഇതൊരു പ്രോസസ്സാണ്, ലോട്ടറിയല്ല. അപ്പോ അനിവാര്യമായ വിജയത്തിലേക്കുള്ള ആ വഴി, അതിന്റെ ഒരു ബ്ലൂ പ്രിന്റ് ഇതാണ്. സ്റ്റെപ്പ് 1, തകർക്കാനാവാത്ത ഒരു തീരുമാനമെടുക്കുക. സ്റ്റെപ്പ് 2, അതിനിന്ധനമായി അടങ്ങാത്ത ആഗ്രഹം നിറയ്ക്കുക. സ്റ്റെപ്പ് 3, നിരന്തരമായി പ്രവർത്തിക്കുക. സ്റ്റെപ്പ് 4, മനസ്സിൽ വിജയം ഉറപ്പിക്കുക. ഇതെല്ലാം ചേരുമ്പോൾ 5ാമത്തെ സ്റ്റെപ്പായ ആ ഡിസൈൻ ചെയ്ത ഫലം, ആ വിജയം താനെ വരും. നമ്മൾ ഈ ചർച്ച അവസാനിപ്പിക്കുന്നത് ഈ ഒരു ചിന്തയോടെയാണ്. വിജയം ആദ്യ മനസ്സിലാണ്, പിന്നെയാണ് പുറത്ത്. നമ്മൾ മനസ്സിൽ ജയിച്ചു കഴിഞ്ഞാൽ പുറത്തുള്ളൊരു ലോകത്തിനും നമ്മളെ തോൽപ്പിക്കാൻ പറ്റില്ല. യഥാർത്ഥ ശക്തി ഉള്ളിലാണ്. അപ്പോ ഇതെല്ലാം കേട്ടുകഴിഞ്ഞ സ്ഥിതിക്ക് ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് വിട്ടുതരികയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഏത് ഒരു തടസ്സത്തിനു മുന്നിലാണ് നിങ്ങളിനി തോറ്റുകൊടുക്കാൻ തയ്യാറല്ലാത്തത്? ഏത് യുദ്ധമാണ് നിങ്ങൾ ഇന്ന് ഈ നിമിഷം നിങ്ങളുടെ മനസ്സിൽ ജയിക്കാൻ തീരുമാനിക്കുന്നത്? ആലോചിച്ചു നോക്കൂ. ആ തീരുമാനം നിങ്ങളുടേത് മാത്രമാണ്.